ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 1 പത്രോസ് 3:18 പറഞ്ഞിരിക്കുന്ന വാക്യം ആമുഖമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 3:18 പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? കർത്താവ് നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ കഷ്ടം അനുഭവിച്ചു. പാപങ്ങളുടെ അനന്തരഫലമായ ദൈവക്രോധം എന്ന് പറയുന്ന ശിക്ഷാവിധി, പാപം നിമിത്തം അവൻ ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. എങ്ങനെ കഷ്ടം അനുഭവിച്ചു? അതാണ് രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ നീതിമാനായിട്ടും നീതികെട്ടവർക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവിടെ അവൻ നമുക്ക് പകരക്കാരനായിട്ടാണ് കഷ്ടം അനുഭവിച്ചത്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ചിന്തയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താണ് ക്രൂശിലൂടെ കർത്താവ് ചെയ്തെടുത്ത തൻ്റെ പ്രവൃത്തിയുടെ ഉദ്ദേശം? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. നമുക്ക് ദൈവത്തെ കിട്ടുന്നതാണ് ഈ പ്രവൃത്തിയുടെ അനന്തരഫലം. നമുക്ക് സ്വർഗം കിട്ടിയെന്നോ നമുക്ക് വേറെന്തെങ്കിലും അനുഗ്രഹം കിട്ടിയെന്നോ എന്നല്ല അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആത്യന്തികമായ അനുഗ്രഹം രക്ഷയിലൂടെ, ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വേറെ ഒന്നുമല്ല. നമുക്ക് ദൈവത്തെ കിട്ടി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമുക്ക് ദൈവവുമായിട്ട് നിരപ്പ് ലഭിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ക്രൂശിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം തന്നെയാണ്. യോഹന്നാൻ 17:3 ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവും പറഞ്ഞത്. എൻ്റെ പ്രാർത്ഥനയിൽ താൻ പറഞ്ഞത്: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെയാണ് നിത്യജീവൻ. കർത്താവായ യേശുവിനോട് നിത്യജീവൻ്റെ ഒരു നിർവചനം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന മറുപടി ഈ വാക്യമായിരിക്കും. യോഹന്നാൻ 17:3 എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ ആകുന്നു. പിതാവിനെയും പുത്രനെയും വ്യക്തിപരമായി അറിയുന്നതു തന്നെയാണ് രക്ഷയിലൂടെ കടന്നു വരുന്ന നിത്യജീവൻ എന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ പ്രകൃതം, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്ക് ദൈവത്തെ അറിയാമെന്നുള്ളതാണ്. എന്താണ് ഈ ദൈവത്തെ ഇങ്ങനെ വ്യക്തിപരമായി അറിയുന്നത്? ഇത്ര വലിയ അനുഗ്രഹമാണെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ഈ ദൈവം വലിയവനായതുകൊണ്ടാണ് ഈ ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത്. ഇത്ര വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുവാൻ സാധാരണഗതിയിൽ എല്ലാ വിശ്വാസികളും തലയാട്ടി കാണിക്കുകയും എന്നാൽ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രായോഗിക പ്രസക്തിയുമില്ലാത്ത ഒരു ഉപദേശ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. ആ ഉപദേശത്തിൻ്റെ പേരാണ് തൃത്വം. തൃത്വം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാ വിശ്വാസികളും തലയാട്ടും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ തൃത്വത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതറിഞ്ഞുകൂടാ. തലയൊക്കെ ആട്ടും. വിശ്വാസ പ്രമാണത്തിലും ഉണ്ട്. പേരൊക്കെ അറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ജീവിതമായിട്ട് എന്ത് ബന്ധം? അതറിഞ്ഞൂടെ ബ്രദറെ എന്ന് ഞാൻ എൻ്റെ അനുഭവ വെളിച്ചത്തിൽ അറിഞ്ഞ ഒരു വസ്തുതയാണ്. ഇവിടെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17:23 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെ എടുത്ത് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ നീങ്ങുകയാണ്. അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ഈ 11 അപ്പോസ്തലന്മാരും അവരുടെ വചനത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന ഭാവിയിലുള്ള എൻ്റെ സഭ ഒന്നടങ്കം അവർ ഐക്യമത്യപ്പെട്ടു വരണം. ഞാനും പിതാവാകുന്ന നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. ഇതാണ് അവിടുത്തെ പ്രാർത്ഥന. ഈ ഒരുമ കണ്ടിട്ട് ലോകമറിയണം നീ എന്നെ അയച്ചു. സുവിശേഷം സത്യമാണെന്ന് ലോകമറിയണം. അത് നമ്മുടെ ഒരുമയിലൂടെ, നമ്മുടെ ഐക്യത്തിലൂടെ. കാരണം ഇത് സാധാരണഗതിയിലുള്ള ഐക്യമല്ല. സാധാരണ മനുഷ്യരും ഐക്യമത്തപ്പെട്ടൊക്കെ വരും. ഒരു ക്ലബ്ബിൽ പോയാൽ മതി, നമുക്ക് കാണാം. പക്ഷേ സാധാരണ മാനുഷികമായിട്ട് ചേർന്നു പോകാത്ത യഹൂദനും യവനനും നമ്മുടെ നാട്ടിലും പല ജാതി വ്യവസ്ഥയൊക്കെ നമ്മൾ ഭേദിച്ച് നമ്മൾ ഒന്നാകുമ്പോൾ ക്രിസ്തു
സാധാരണ ഒരു വ്യക്തിയല്ല, പിതാവ് അയച്ച രക്ഷകനാണെന്ന് ലോകമറിയും. ഇതാണ് അവിടുത്തെ പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞു പോകുന്ന ഒരു വിഷയമുണ്ട്. അവിടെ പറയുകയാണ്, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിവാൻ. ആ പറഞ്ഞു പോകുന്ന പദപ്രയോഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാകും പിതാവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത്. പിതാവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടി, എന്നെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് അവരെയും സ്നേഹിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഉപദേശ സത്യമുണ്ട്. യേശുക്രിസ്തുവിലൂടെ നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവുമായിട്ട് ഏകീഭവിച്ച് ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിനെ പിതാവ് സ്നേഹിക്കുന്നത് പുത്രനോളമാണ്. യേശുക്രിസ്തുവിനെ എത്രത്തോളം താൻ സ്നേഹിക്കുന്നു അത്രത്തോളം താൻ ഈ രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്ന ദൈവ പൈതലിനെയും സ്നേഹിക്കുന്നു. പിതാവിന് പുത്രനോടുള്ള പരിപൂർണ നീതിയും അനുസരണവും എല്ലാ തികവുമുള്ള പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള തൻ്റെ സ്നേഹം താൻ പങ്കുവെക്കുകയാണ് ദൈവമക്കളോട്. അല്ലാതെ പഴയ നിയമത്തിലൊക്കെ നിങ്ങൾ എൻ്റെ പ്രാകാരത്തിലിരുന്നോ, ജാതീയരൊക്കെ അവിടെ ഇരുന്നോ എന്ന് പറയുന്ന പോലെ ദൂരത്തിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പുത്രനും പിതാവും തമ്മിലുള്ള സ്നേഹബന്ധത്തിലേക്ക് നിങ്ങളും കടന്നു വരിക, നിങ്ങളോടും ഞാനത് പങ്കുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പുത്രനോളം നമ്മെ സ്നേഹിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നെ എത്രമാത്രം എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യേശുക്രിസ്തു എന്ന് പറയുന്ന തൻ്റെ പുത്രനോളം പിതാവിനെ സ്നേഹിക്കുന്നു. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സഭകളിൽ ഇന്നും തമ്മി വഴക്കും മത്സര ബുദ്ധിയുമെല്ലാം, അല്ലേ? നമ്മൾ എടുക്കുന്നില്ല. മത്തായി 18 കർത്താവിനോട് പോയി, നമ്മൾക്കിപ്പോൾ വായിക്കുമ്പം, എനിക്കൊക്കെ വായിക്കുമ്പം ലജ്ജ തോന്നും, ഇതൊക്കെ പോയി കർത്താവിനോട് അവർ ചോദിച്ചല്ലോ എന്ന്. പക്ഷെ പിന്നീട് സഭയിലൊക്കെ വന്നു കഴിഞ്ഞപ്പം വലിയ അതിശയമില്ല. കാരണം ഇന്നും ഇതൊക്കെ തന്നെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ? ഈ ചോദ്യം ചോദിക്കുന്നവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണപ്പം? ഞാനാണോ? ഞങ്ങൾക്കാകാൻ പറ്റുമോ? ഈ വലിയവനാകുക എന്നുള്ളതാണ് സകല മനുഷ്യരുടെയും ഉള്ളിൽ മത്സര ബുദ്ധി ചിന്തിപ്പിക്കുന്നത്. ഇന്നും ശുശ്രൂഷകന്മാർ തമ്മിലും സഭകൾ തമ്മിലും സംഘടനകൾ തമ്മിലും ഇങ്ങനെ മത്സരമാണ്. നിങ്ങളുടെ മീറ്റിങ്ങിൽ എത്ര പേര് വന്നു? ഞങ്ങളുടെ മീറ്റിംഗ് ഇത്രയും പേരേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ആലയമുണ്ട്? ഞങ്ങൾക്ക് ഇത്ര ആലയമുണ്ട്. മറ്റേയാളുടെ പ്രസംഗത്തിന് യൂട്യൂബിൽ എത്ര വ്യൂസ് ഉണ്ട്? ഇങ്ങനത്തെ അല്പത്തരം വിളമ്പലാണ് ഈ വിശ്വാസികളുടെ കുഴപ്പം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ഉത്തരം എന്തായിരുന്നു? കർത്താവ് ഒരു കൊച്ചു കുഞ്ഞിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞതാണ് ഇതാണ് ഏറ്റവും വലിയവനെന്ന്. നമുക്ക് യുക്തിക്ക് യോജിക്കാത്തൊരു ഉത്തരമാണ് അവിടെ പറഞ്ഞത്. ഏറ്റവും വലിയവൻ ഒന്നും ചെയ്യാത്ത മടിയിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണെന്ന്. എന്താണത് പറയുന്നത്? നിങ്ങൾ ചോദിക്കുന്ന പോലെ പ്രവൃത്തികളാലല്ല വലിപ്പം സ്വർഗരാജ്യത്തിൽ, ബന്ധം വെച്ചിട്ടാണ്. നീ ആരുടേതാണെന്നുള്ളതാണ് നിൻ്റെ വലിപ്പം. അല്ലാതെ നീ എന്തൊക്കെ ചെയ്ത് മല കീഴ്പ്പെടുത്തിയോ, നീ എന്തൊക്കെ ചെയ്ത് മലർത്തി എന്നുള്ളതല്ല വിഷയം. വിഷയം നീ ആരുടേതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ, പിന്നെ ആ കൂടെ പറയാവുന്നത് ഞാൻ ഇന്നയാളുടെ മകനാണ് അല്ലെ മകളാണ്. വ്യക്തിബന്ധത്തിലൂടെയാണ് ആ കുഞ്ഞിന് എന്തെങ്കിലും മഹത്വം പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്നാം ദിവസമേ രക്ഷിക്കപ്പെട്ട് നമ്മൾ കർത്താവിൻ്റേതാകുമ്പോൾ ഒന്നാം ദിവസമേ നമുക്ക് ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കുകയാണ്. എന്താണ് ആ സ്ഥാനം? ഞാനൊരു ദൈവ പൈതലാണ്. യേശുക്രിസ്തുവിൽ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലാണെന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം. ഞാൻ ചില മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ, ഇവിടെ ആ പ്രശ്നമില്ല, എന്നെ പലർക്കും അറിഞ്ഞൂടാ. വേറെ ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ തുടങ്ങുമ്പം ഇന്ന് വന്നിരിക്കുന്ന പ്രസംഗകൻ ആരാണെന്നറിയാമോ? പിന്നെ ഒരു 5 മിനിറ്റ് പുകഴ്ത്തലാണ്. അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന, സാധാരണ അമേരിക്കയിൽ പോയാൽ ആരും മടങ്ങി വരാറില്ല. ഇത് ഭാരതത്തിലേക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മടങ്ങി വന്നവനാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തലാണ്. എന്നിട്ട് ഏറ്റവും അവസാനം പറയും പുള്ളി ഒരു ദൈവ പൈതലും കൂടാണെന്ന്. പ്രസംഗകനാണ്, ബൈബിൾ ടീച്ചർ, അതൊക്കെയാണ് വലുത്, അല്ലാതെ അത് വലിയ കാര്യമൊന്നുമല്ല, അല്ലേ? അതല്ല ശരിയായ ഉത്തരം. ഏറ്റവും വലിയ ബഹുമതി നമുക്ക് ലഭിക്കാവുന്നത് ഞാനൊരു ദൈവ പൈതലാണ്. ഈ പിതാവിനാൽ, ഈ നമ്മൾ പറഞ്ഞതുപോലെ പുത്രനോളം സ്നേഹിക്കപ്പെടുന്ന ഈ വലിയ പദവി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3 പറഞ്ഞത്, കാൺമീൻ നാം ദൈവമക്കളൊന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. ആ വാക്യം പലർക്കും
രോമാഞ്ചം ഉളവാക്കാത്തതിൻ്റെ കാരണം ഈ ദൈവ പൈതലാകുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ വലിയ വേറൊരു പദവി തന്നാൽ ആ വാക്യം കുറച്ചുകൂടെ രസം. കാൺമീൻ, നമുക്ക് കാനഡയിൽ പോകാൻ വിസ തന്ന ദൈവം എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് പലർക്കും രോമാഞ്ചം വരുന്നത്, അല്ലേ? അമേരിക്കയിൽ പോകാൻ വിസ കിട്ടി, ഹോ 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 ഹോ, അതിലാണ് രോമാഞ്ചമല്ല. ദൈവ പൈതലാകുന്നതിൽ എന്തോന്നാ ഇത്ര വലിയ രോമാഞ്ചം? അത് അറിഞ്ഞുകൂടാ എന്ത് വലിയൊരു സ്നേഹബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം അറിഞ്ഞാൽ മത്സരബുദ്ധി നീങ്ങും, ഉള്ളിൽ വിശ്രമം കടന്നു വരും. ആ കുഞ്ഞ് മടിയിലിരുന്നത് പോലെ നമുക്ക് ദൈവസ്നേഹത്തിൽ വിശ്രമിക്കുവാൻ കഴിയും. ഈ സത്യത്തോട്, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ വലിയ സത്യത്തോട് ചേർത്ത് വായിക്കണം. യോഹന്നാൻ 17:23 ചേർത്ത് വായിക്കേണ്ട വചനമാണ് യോഹന്നാൻ 15:9. അവിടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യോഹന്നാൻ 15:9, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഈ വസിപ്പീനെ കുറിച്ച് ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, ഇത് നമ്മളധികം കേൾക്കാറില്ല. എത്രമാത്രം പിതാവ് എന്നെ സ്നേഹിക്കുന്നു? പുത്രനോളം. എത്രമാത്രം പുത്രനായ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു? തൻ്റെ പിതാവിനാൽ താൻ സ്നേഹിക്കപ്പെടുന്ന അതേ സ്നേഹം തനിക്ക് നമ്മളോടുണ്ടെന്ന്, അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുത്രന് എത്രത്തോളം സ്നേഹമുണ്ട്, തൻ്റെ പിതാവ് തനിക്ക് കൊടുക്കുന്ന അതേ സ്നേഹം തനിക്ക് നമ്മളോടുണ്ടെന്ന്. അപ്പോൾ കണ്ടോ, തൃത്വത്തിൻ്റെ സത്യം നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടാണ് ഇതിൻ്റെ എല്ലാ പ്രായോഗിക പ്രസക്തി. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലെ അടുത്ത് വരുമ്പോൾ, നമ്മൾ പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദൈവത്തെ കിട്ടുമ്പോൾ എന്തുവാ ലഭിക്കുന്നത്? പിതാവ് എന്നെ പുത്രനോളം സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന അതേ സ്നേഹം എന്നോട് പങ്കുവയ്ക്കുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതിനേക്കാളും വലിയ സ്നേഹം വേറെ എവിടെയെങ്കിലും ലഭിക്കുമോ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന ആ സ്നേഹം പിതാവും പുത്രനും കൂടെ നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഇതിനേക്കാളും വലിയ സ്നേഹം ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഇല്ല. എൻ്റെ മറുപടി അതാണ്. ഇതിനേക്കാളും വലുതായിട്ട് ഇനി എന്നെ ആർക്കും സ്നേഹിക്കുവാൻ കഴിയുകയില്ല. അപ്പോഴാണ് നമ്മൾ വിശ്വാസികളുടെ അടുത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവരുടെ പരിതാപം. എന്താ സിസ്റ്ററെ പരിതാപം? അത് ഇന്നലെ സഭയിൽ പോയപ്പോൾ ആ മൂലയിലിരിക്കുന്ന ബ്രദർ സാധാരണ ചിരിക്കുന്നത് പോലെ എന്നോ നോക്കി ചിരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് വിഷാദം, അല്ലേ? ഞാനീ പറയുന്നത് വളരെ കളിയാക്കി പറയുന്നതാണേലും നമ്മുടെ പലരുടെയും ഉള്ളിലിരിക്കുന്ന പരിതാപം ഇതുപോലെ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും. അയ്യേ, ഇത്രയും വലിയ നിത്യസ്നേഹം ലഭിച്ചവർ പറയുകയാണ് ഏതോ മനുഷ്യൻ്റെ ഏതോ അപ്പക്കഷ്ണം നമുക്ക് കിട്ടിയില്ല പോലും, അല്ലേ? ഇന്ന് ഓരോ വീടുകളിലെയും പരിതാപം പറച്ചിലുകൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ, സഭാ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിലെ ഉലച്ചിലുകൾ, ഓരോരോ പെറ്റി കാര്യങ്ങളും പറഞ്ഞ് ഓരോരോ നിഗളത്തിൻ്റെ പേരിൽ മിണ്ടത്തില്ല, മുഖം മറച്ച് നടക്കുന്നു, അല്ലേ? എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പിതാവും പുത്രനും അവരനന്തമായിട്ട് നിത്യമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന കൂട്ടായ്മയുടെ പങ്കാളികളാക്കി നമ്മെ മാറ്റുവാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. രക്തം ചീന്തി നമുക്ക് പകരപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മ ബന്ധം സാധാരണ ഒരു കൂട്ടായ്മ ബന്ധമല്ല. പിതാവും പുത്രനും അനുഭവിച്ചു കൊണ്ടിരുന്ന സ്നേഹബന്ധത്തിലേക്ക് അവർ നമ്മളെ ആനയിച്ചിരിക്കുകയാണ്. കടന്നുവാ മക്കളെ, എൻ്റെ ഹൃദയത്തിലെ ത്രിയേക ദൈവത്തിൻ്റെ ഹൃദയത്തിലെ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളും മാറുക. നമ്മൾ ദൈവമാകുമെന്നല്ല ഈ പറഞ്ഞു വരുന്നു, പക്ഷേ ദൈവം, ത്രിയേക ദൈവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മൂന്നാളത്വങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമാക്കി അവർ നമ്മളെ മാറ്റി. ലളിതമായി പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭാഗമായി നമ്മൾ, അല്ലേ? അങ്ങനെ പിതാവും പുത്രനും ചേർന്ന് നമ്മളെ നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്നു. ഇതിലിനി ലോകത്തിൽ ആര് പിണങ്ങിപ്പോയാൽ നമുക്കെന്ത്? ആര് കൂടെയുണ്ട് എന്ത്? കൂടെ ഇല്ലേലെന്ത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നിത്യമായിട്ട് സ്നേഹിക്കുന്ന, ഒരു നാളും കൈവിടാത്ത ഈ മഹാസ്നേഹം ലഭിച്ചത് നിമിത്തം ആര് പിണങ്ങിപ്പോയാലും ഒരു കുഴപ്പമില്ല, ആര് കൂടെ ഉണ്ടേലും ഇല്ലേലും ഒരു പ്രത്യാസവുമില്ല, ഒരു കുലുക്കവുമില്ല. എത്ര സന്തോഷകരമായ ജീവിതമാണത്! ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിച്ച് ദൈവാധിഷ്ഠിതമായ ഒരു ജീവിതം, അതിൻ്റെ ആ മഹത്വം രുചിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇവിടെ 11-ാം വാക്യത്തിൽ യോഹന്നാൻ 15:11 10
നിങ്ങൾ അനുസരിച്ച് എൻ്റെ ഈ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞിട്ട് 11 കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എനിക്ക് പിതാവിൽ നിന്ന് ലഭിക്കുന്ന അതേ സ്നേഹം നിങ്ങളോടുണ്ടെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 15:11 പറയാണ്, എനിക്ക് പിതാവിലുള്ള സന്തോഷം നിങ്ങളുടെ സന്തോഷമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായാലുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ സന്തോഷം പരിപൂർണ സന്തോഷമാകും. ഇവിടെ നോക്കിക്കേ, 2 അനുഗ്രഹങ്ങൾ 15:9 15:11 ചേർത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന 2 അനുഗ്രഹങ്ങൾ. ഒന്ന് 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹം, അനന്തമായ സ്നേഹം. 11-ാം വാക്യത്തിൽ പൂർണ്ണതയുള്ള സന്തോഷം. ഇനി നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. സാധാരണഗതിയിൽ എന്നും വീണുപോകുന്ന, സ്ഥിരമായിട്ട് പാപം ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീണുപോകുന്നത് എന്താണ്? പ്രലോഭനം വന്ന് നിങ്ങളുടെ ചെവിയിൽ മോഹന വാഗ്ദാനങ്ങൾ മന്ത്രിക്കുമ്പോൾ നിങ്ങൾ അതിൽ കുഴഞ്ഞങ്ങ് പോകും. എന്താ പ്രശ്നം? പ്രലോഭനം, 2 തരത്തിൽ പ്രലോഭനങ്ങളുണ്ട്. ഒരു പ്രലോഭനം എന്ന് പറയുന്നത്, നീ ഇതൊക്കെ ചെയ്താൽ നിനക്ക് സ്നേഹം കിട്ടും, അല്ലേ? ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, കോളേജിൽ പോകുമ്പോൾ പെട്ടെന്ന് വായിൽ വളിപ്പൊക്കെ കൂടും, വേണ്ടാത്ത സംസാരം. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ കൂട്ടുകാരൊന്നും കൂട്ടത്തില്ല. കൂട്ടുകാർ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? പിയർ പ്രഷർ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കൂട്ടുകാർ നമ്മളെ കൂട്ടുവാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ പോലെ അങ്ങ് നടക്കും. ലോകക്കാരെ അംഗീകരിക്കാൻ ലോകത്തിൻ്റെ ഭാഷയും ലോകത്തിൻ്റെ ഫാഷനും ലോകത്തിൻ്റെ എല്ലാം നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ. പ്രലോഭനം എന്താ പറയുക? അയ്യോ നിനക്ക് സ്നേഹം വേണ്ടേ, സ്നേഹം വേണം, നീ ഇത് ചെയ്യണം, എന്നിട്ട് നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തും. ഇവിടെ കർത്താവ് പറയുകയാണ്, അനന്തമായ സ്നേഹം എന്നിലുണ്ട്. നിങ്ങൾക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു സ്നേഹവും വേണ്ട. 100 കോടി കിട്ടിയവൻ റോഡിലിറങ്ങി എന്നും ഭിക്ഷ യാചിക്കുമോ? 10 പൈസ തരണേ, 1 രൂപ തരണേ എന്ന് പറഞ്ഞ്. അവർ തലയ്ക്കെന്തോ ഓളം ഉണ്ടെന്ന് നമ്മൾ പറയും, അല്ലേ? തിരുവനന്തപുരം ഭാഷയിൽ അങ്ങനെയൊക്കെ പറയും, നമ്മൾ തലയ്ക്ക് ഓളം ഉണ്ടെന്ന് പറയും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് യേശു ക്രിസ്തുവിലൂടെ അനന്തമായ സ്നേഹം ലഭിച്ചവൻ്റെ ചെവിയിൽ വന്ന് പ്രലോഭനം മന്ത്രിക്കുകയാണ്, നീ ഇത് ചെയ്താൽ നിനക്ക് സ്നേഹം ലഭിക്കും. എനിക്ക് സ്നേഹമൊന്നും ലഭിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും വലിയ സ്നേഹം, പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കും അതീതമായിട്ടുള്ള ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചു. നീ വേറെ ആളെ പോയി നോക്ക്, പ്രലോഭനമേ എന്ന് അവൻ പറയും. ഇനി 2ാമത്തെ തരത്തിലുള്ള പ്രലോഭനം, നീ ഇത് ചെയ്താൽ നിനക്ക് സുഖം കിട്ടും, സന്തോഷം കിട്ടും, നീ പൂർണ്ണ സന്തോഷവാനാകും, അല്ലേ? പല വിധത്തിലുള്ള ആസക്തികൾ അങ്ങനെയാണ്. മദ്യപാനം, അല്ലെങ്കിൽ ലൈംഗിക പാപങ്ങൾ, ലോകത്തിൻ്റെതായ പല വിധത്തിലുള്ള പാപങ്ങളെല്ലാം സുഖമാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അല്ലേ? നിനക്ക് സുഖം കിട്ടും. അപ്പോൾ പറയേണ്ടത്, കർത്താവിൽ അനുസരിച്ച് അവൻ്റെ ഈ നിത്യമായ സ്നേഹത്തിൽ ഞാൻ വസിക്കുമെങ്കിൽ അവൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമാകും. അവൻ്റെ സന്തോഷം എൻ്റെ സന്തോഷമായാൽ എൻ്റെ സന്തോഷം പരിപൂർണ സന്തോഷമാകും. അങ്ങനെ വേണം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ. കണ്ടോ, പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ഇവിടെ കണ്ടോ. അപ്പോൾ 3ാമതായിട്ട് ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം നാം രുചിച്ചറിയുമെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. പക്ഷേ ഇത് വ്യക്തിപരമായി രുചിച്ചറിയണം എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പത്രോസിൻ്റെത് വായിച്ചു കഴിഞ്ഞിട്ട് യോഹന്നാൻ 17:3 നമ്മൾ വായിച്ചു, വ്യക്തിപരമായി ദൈവത്തെ അറിയണം, അതാണ് നിത്യജീവൻ. ഈ വ്യക്തിപരമായി എങ്ങനെ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം അറിയാം? ഇതുപോലൊരു പ്രസംഗം കേട്ടാൽ പോരാ, അത് ഉപദേശ തത്വങ്ങൾ മനസ്സിലാക്കി വ്യക്തിപരമായി അറിയാൻ 3ാമത്തെ സത്യം യോഹന്നാൻ 17:23 യോഹന്നാൻ 15:9 ചേർത്ത് വായിക്കേണ്ട 3ാമത്തെ വാക്യം റോമർ 5:5 അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമർ 5:5, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാക്യങ്ങളെല്ലാം കുറിപ്പുകളിൽ എഴുതി നമ്മളിങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, അത് രുചിച്ചറിയണം ഹൃദയത്തിൽ. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ എഫീഷ്യ ലേഖനത്തിലൊക്കെ പറഞ്ഞുള്ള പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവസ്നേഹം എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും. ഇതൊരു തത്വമല്ല, ഇതെൻ്റെ അനുഭവമായി മാറും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുക തന്നെ വേണം, അല്ലേ? നമ്മൾ
കർത്താവിൻ്റെ സ്നാന ശുശ്രൂഷയിലും ഇതുതന്നെയാണ് കാണുന്നത്. കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അപ്പോൾ ഉടനെ സംഭവിച്ചതെന്താണ്? പിതാവ് തൻ്റെ സ്നേഹം, പുത്രനോടുള്ള സ്നേഹം പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമുക്ക് ദൈവസ്നേഹത്തിൽ ഉറപ്പ് കടന്നു വരും. നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നതെന്നാണ് റോമർ 5:5 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ആത്മാവിനാൽ ശരിക്കും നിറഞ്ഞവർ വെറുതെ ഇന്നിങ്ങനെ കുലുങ്ങുകയും ബേളം വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നാണ് നമ്മുടെ പലരുടെയും ദൈവശാസ്ത്രം. ശരിക്കും ആത്മാവിനാൽ നിറഞ്ഞവൻ്റെ ജീവിതത്തിൽ കാണേണ്ട ലക്ഷണം അവന് ഈ തികഞ്ഞ സന്തോഷവും വിശ്രമവും ഉണ്ട്. ആരുമായിട്ട് ഒരു മത്സരത്തിലുമല്ല, വളരെയധികം പക്വതയോടെ അടങ്ങി ജീവിക്കാൻ പറ്റുന്നുണ്ട്. സന്തോഷം, ഏത് സാഹചര്യത്തിലും സന്തോഷം. കാരണം സന്തോഷം ഈ താൻ രുചിച്ചറിയുന്ന വ്യക്തി നിമിത്തമാണ്, ദൈവമെന്ന് പറയുന്ന വ്യക്തി നിമിത്തമാണ്. അവസാനമായി ഞാൻ അവസാനിപ്പിക്കട്ടെ. ത്രിയേക ദൈവം, തൃത്വം എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാൻ 17 അവസാനത്തെ വാക്യം. എന്തുകൊണ്ടാണ് ദൈവം തൃത്വം പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്? യോഹന്നാൻ 17:26 കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുമെന്നല്ല, അല്ല, ഞാൻ നിൻ്റെ നാമം എന്ന് പറയുമ്പോൾ പിതാവെന്ന നാമം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ദൈവം പിതാവുണ്ടെന്നും പുത്രനുണ്ടെന്നും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പാട് ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കർത്താവ് കടന്നു വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പിതാവുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് തൃത്വം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്? പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അതേ സ്നേഹം നമ്മിൽ ഇരിക്കുവാൻ. ഇപ്പോൾ ഒരു പിതാവും ഒരു പുത്രനും ഉണ്ടെന്നറിയാതെ ഇന്ന് ഞാൻ പ്രസംഗിച്ച ഒരു സത്യവും നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് കഴിയുകയില്ല. പിതാവ് പുത്രനോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ തൃത്വം ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ തൃത്വത്തെ എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നമ്മൾ ശരിക്കും മനസ്സിലാക്കി അത് രുചിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴം, പിതാവ് എന്നെ തൻ്റെ പുത്രനോളം സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന അതേ സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം രുചിച്ചറിയുവാൻ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചിരിക്കുന്നു. ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ദൈവത്തെ രക്ഷയിലൂടെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ദൈവം മതി എന്ന് പറഞ്ഞ് ദൈവാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ നമ്മെ പ്രായോഗിക തലത്തിൽ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തൃത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയജനമേ, നമ്മുടെ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയാം. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം, ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ രുചിച്ചറിഞ്ഞ് അടിയുറച്ച വിശ്വാസത്തോടെ അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ ഈ വെളിപ്പാട് എത്ര മനോഹാരിതയുള്ളതാണെന്ന് ഓരോ ദിവസവും രുചിച്ചറിയാം. അതിനായിട്ട് ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.